പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ ശാന്തത നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നതിന്റെ കൂടെ അച്ഛനും ഉണ്ടാകട്ടെ എന്ന് പറയണം കേട്ടോ. അത് മനസ്സിൽ പറഞ്ഞാൽ മതി, ഉച്ച പറയണ്ട. അപ്പോൾ ഇവിടെ ഈ അഭിഷേകാഗ്നിയോട് ബന്ധപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികർക്കും സിസ്റ്റർമാർക്കും അൽമായ ശുശ്രൂഷകർക്കും അത് കിട്ടും. എനിക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്കല്ല, ഹോൾ ടീമിനാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളിന് ശേഷം നമ്മൾ ഈ നാളുകളിലെല്ലാം ശരിക്കും പിന്നെ ചില ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഉത്ഥാനത്തിൻ്റെ ഇതൊക്കെ സന്തോഷം കഴിഞ്ഞ് ഉടനെ തന്നെ വീണ്ടും നോമ്പിലേക്കൊക്കെ പ്രവേശിക്കുകയും കാത്തിരിപ്പ് പ്രാർത്ഥനകളും ഒരുക്ക പ്രാർത്ഥനകളും നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉജ്ജ്വലിക്കാനുമുള്ള ഒരുപാട് പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ പലരും കടന്നുപോയി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിലെല്ലാം കർത്താവ് ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവ് ഒരു അഭിഷേകത്തിൻ്റെ കൃപ നമ്മളുടെ മേൽ നിറച്ചു തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന വചനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അളവ് കൂടാതെ കൊടുക്കുകയുള്ളൂ, ചോദിക്കുന്നതിലും കൂടുതലേ തരുവുള്ളൂ. അല്ലേ? എന്തൊക്കെ പ്രത്യേകത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആഗ്രഹിക്കുന്നതിലും കൂടുതലും അല്ലേ ചെയ്തു തരാൻ കഴിവുള്ള പരിശുദ്ധാത്മ ശക്തി എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപയുടെ അഭിഷേകം വ്യാപരിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പന്തക്കോസ്താ തിരുനാൾ കഴിഞ്ഞാൽ ഈ പ്രൈസാമർഷ സമയത്ത് നിങ്ങൾ പ്രത്യേക കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ തിരുനാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട വളരെ പരിശുദ്ധാത്മാഭിഷേകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആത്മാവ് നൽകുന്ന എല്ലാ പ്രേരണകളെയും ചെറുതോ വലുതോ നോക്കരുത്, താല്പര്യപൂർവ്വം ശ്രദ്ധിച്ച് വിശ്വസ്തതാപൂർവ്വം അത് പൂർത്തിയാക്കിക്കൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാഭിഷേകം നമ്മൾ വീണ്ടും വളർന്നുകൊണ്ടിരിക്കും. ആത്മാവ് തരുന്ന കുഞ്ഞു പ്രചോദനം അനുസരിക്കണം. അതിനൊരു കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. ആ ഒരു അഭിഷേകം, ആ ഒരു കൃപ, പരിശുദ്ധാത്മാവ് നൽകുന്ന കുഞ്ഞു പ്രചോദനങ്ങളെയും താല്പര്യപൂർവ്വം ശ്രദ്ധിച്ച് വിശ്വസ്തതാപൂർവ്വം പൂർത്തിയാക്കാനുള്ള ഒരു കൃപ. അതാണ് അഭിഷേകത്തിൽ വളരാനുള്ള പല മാർഗങ്ങളിൽ ഒരു മാർഗം. നമുക്കതിന് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരുപക്ഷെ ഇന്ന് പന്തക്കോസ്താ തിരുനാൾ ദിവസമായി ഇന്ന് പ്രത്യേകം ഒരു കൈവപ്പ് പ്രാർത്ഥന കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന ശുശ്രൂഷ സംബന്ധിക്കാൻ സാധിച്ചിട്ടില്ല. വിഷമിക്കരുത്. ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കൂട്ടായ്മയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കൂട്ടായ്മയിൽ കർത്താവ് നമ്മളെ ശക്തമായിട്ട് കർത്താവ് അഭിഷേകം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, വീണ്ടും ഒരു പന്തക്കോസ്താ തിരുനാളിന് ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വർഷിക്കാൻ തിരുവള്ളമായതിന് നന്ദി പറയുകയാണ്. കർത്താവേ, 105-ാമത്തെ സങ്കീർത്തനത്തിൽ 4-ാം തിരുലകലം, ഓ കർത്താവേ, കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ എന്ന് വചനത്തിനോട് വെളിപ്പെടുത്തിയ കർത്താവേ, കർത്താവിന്റെ സാന്നിധ്യമാണല്ലോ പരിശുദ്ധാത്മാവ്. ഓ കർത്താവേ, കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവിന്റെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ മാത്രമല്ലല്ലോ കർത്താവേ, പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണല്ലോ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു, കർത്താവ് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല 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 ഹല. ഗാനം ആലപിക്കുമ്പോൾ പാട്ട് പാടാൻ കിട്ടുന്നില്ലെങ്കിലും ദാഹിച്ചു പ്രാർത്ഥിക്കുക. ആകാശം പിളർന്ന് വന്നിടണേ കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം പിറകൊണ്ടീ
വന്നിടട്ടെ നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവിന്റെ വചനങ്ങൾ മനസ്സ് സൂക്ഷിക്കുകയാണ്. ഓ കർത്താവേ, സമുദ്രം ജലം കൊണ്ട് എന്നതുപോലെ ഓ കർത്താവേ, അവിടുത്തെ ജ്ഞാനം കൊണ്ട്, അവിടുത്തെ കൃപ കൊണ്ട്, അവിടുത്തെ അഭിഷേകം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെ നിറയ്ക്കണമേ കർത്താവേ. ഓ ദൈവമേ, ഓ കർത്താവേ, ഓ പരിശുദ്ധാത്മാവേ. സമുദ്രം ജലത്താൽ കവിയും പോലെ കാർമേഘത്താൽ നിറയും പോലെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആധാരം കിട്ടുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. പോലെ കാർമേഘത്താൽ നിറയും പോലെ നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. വലിയ ദാഹത്തോടെ കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും കൂടെയാണ്. ഓരോരുത്തരെ പരിശുദ്ധാത്മാവെ പരിശുദ്ധാത്മാവെന്ന് ആവർത്തിച്ച് വിളിച്ചോളുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശം പിളർന്നിറങ്ങിയ പരിശുദ്ധാത്മ ശക്തി ഓ കർത്ത പർവ്വതങ്ങൾ വിറകൊണ്ട് സീനായി മലയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. സീനായി മലയിൽ കർത്താവിന്റെ സാന്നിധ്യം വന്നു. ഓ കർത്താവേ, സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. ദൈവമേ, ആ സാന്നിധ്യം പരിശുദ്ധാത്മാവാണല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യമായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കട്ടെ. ഇപ്പോൾ ഓരോരുത്തരും തങ്ങൾ ശിരസിലേക്ക് കരങ്ങൾ വെക്കുക. ഇപ്പോൾ ഓരോരുത്തരും തങ്ങൾ ശിരസിലേക്ക് കരങ്ങൾ വെക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവ്, തിരുസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, തിരുസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, തിരുസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മപാലകരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ആത്മപാലകരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ്, ആരോഗ്യങ്ങൾ ശിരസിൽ കരങ്ങൾ വെച്ച് പരിശുദ്ധാത്മാവിനെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? പെന്തക്കോസ്താ നാളിൽ ആകാശം പിളർന്നിറങ്ങിയ പരിശുദ്ധാത്മാവ്, ഓ കർത്താവേ, കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വന്ന പരിശുദ്ധാത്മാവ്, കെട്ടിടം തുടച്ചിറങ്ങിയ പരിശുദ്ധാത്മാവ്, സമയത്തിന് കാലത്തിന് അപ്പുറത്ത് സഞ്ചരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഓരോരുത്തരും ഉച്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ഒരു പുതിയ അഭിഷേകം നൽകണമേ. ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ച താമസിച്ച് ധ്യാനം കൂടി സമാപനത്തിൽ അഭിഷേക പ്രാർത്ഥന നടത്തുന്ന അനുഭവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല. ഓ കർത്താവേ, അതിലെല്ലാം ഉപരി ഓ കർത്താവേ, മാമോദിസായിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചതുപോലെ, സൈനലേപനത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചതുപോലെ ഇപ്പോൾ ഓരോരുത്തരും ഉജ്ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല 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 ഹല. ഓ കർത്താവേ, പരിശുദ്ധാത്മാവ് യോജിക്കാത്തതെല്ലാം കത്തി ചാമ്പലാകട്ടെ കർത്താവേ. ഓ വലിയ കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. പൈസാ ശക്തികളെ ബന്ധിക്കുന്ന കർത്താവേ, കണ്ണുകൾ വിട്ടുപോട്ടെ കർത്താവേ. അഭിഷേകത്തിന്റെ സത്യം ദുഃഖത്തിന്റെ കെട്ടുകൾ തകരട്ടെ കർത്താവേ. വലിയ പുണ്യത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. ഹല 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 ഹല. എന്താണ് ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ കൃപകൾ ഇപ്പോൾ നിറയട്ടെ കർത്താവേ. സ്പെഷ്യൽ കൃപകൾ ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവേ. ഓ കർത്താവേ, കുറവുള്ള ഫലങ്ങൾ ഇപ്പോൾ കൂടട്ടെ കർത്താവേ. കുറവുള്ള ദാനങ്ങൾ ഇപ്പോൾ കൂടട്ടെ കർത്താവേ. കുറവുള്ള വരദാനങ്ങൾ ഇപ്പോൾ വർദ്ധിക്കട്ടെ കർത്താവേ. സ്വർഗത്തിന് ആഗ്രഹം പോലെ വാരി വിതരണമേ കർത്താവേ. അത് കൂടാതെ നൽകണമേ കർത്താവേ. ഹല 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 ഹല. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓരോരുത്തരെയും മുദ്രയിട്ട് അനുഗ്രഹിക്കുന്ന കർത്താവേ. പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണം, പരിശുദ്ധാത്മാവേ ബലപ്പെടുത്തണം. പരിശുദ്ധ അമ്മേ മാതാവേ, പന്തക്കോസ്തയ്ക്ക് വേണ്ടി അപ്പസ്തോലന്മാരെ പ്രാർത്ഥിച്ചൊരുക്കിയതുപോലെ, അപ്പസ്തോലന്മാരെ ശുശ്രൂഷയുടെ സഹയാത്രയായിരുന്നതുപോലെ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഇന്നും പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കാൻ അമ്മ പ്രാർത്ഥിക്കണം. അർത്ഥം മനസ്സിലാക്കി ഹൃദയം ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമുക്കിരിക്കാം. ഇതൊക്കെ പറഞ്ഞാൽ തന്നെ അറിയാതെ ഒരു ആമേൻ വെച്ചു പോകും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ച് അധ്യയന വർഷത്തിൽ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ലൊരു പുതിയ അധ്യയന വർഷം വലിയൊരു കൃപയുടെ വർഷമായിട്ട് മാറട്ടെ കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറട്ടെ. ഈ വർഷം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറട്ടെ. കുട്ടികൾ ആമേൻ പറഞ്ഞല്ലോ അല്ലേ? ഹല്ലേലൂയ. Hallelujah. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, രഹസ്യമായിരിക്കേണ്ടവ രഹസ്യമായിരിക്കണം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളെയും നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, ബൈബിളിൽ നമ്മളിങ്ങനെ തുറന്നൊക്കെ വായിക്കുന്ന സമയത്ത് ചില വചനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ ഒഴിവാക്കിയാൽ നമ്മൾ ബൈബിൾ മുഴുവനുമാണ് ഒഴിവാക്കുന്നത്. അങ്ങനെ പോരാ, എല്ലാ വചനങ്ങളെയും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. എല്ലാ വചനങ്ങളെയും നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. ഒറ്റ വചനം പോലും വിട്ടുകളയരുത്. അതിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട്, അതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ 13-14 തിരുവചനങ്ങൾ, രഹസ്യങ്ങൾ ചോർന്ന് പോകാതെ സൂക്ഷിക്കുക, നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട്. ഉറക്കെ പറയാം ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ള സഹോദരങ്ങളെ, രഹസ്യങ്ങൾ ചോർന്ന് പോകാതെ സൂക്ഷിക്കണം. ഇപ്പോൾ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ എന്തുമാത്രം കാര്യങ്ങളാണ് അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഓരോ മീഡിയയിൽ വന്നോട്ട്. എന്തെങ്കിലും കാര്യം ഉണ്ടായോ അല്ലേ? എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ നോക്ക്, ആ കാര്യങ്ങളിലെല്ലാം ഒരു രഹസ്യാത്മകതയുണ്ട്. ഉറക്കെ പറയാം ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്നാൽ മറ്റൊരു വശമുണ്ട്. മറ്റൊരു വശം സാധാരണഗതിയിലുള്ള ഒരു പ്രിൻസിപ്പിളായിട്ട് ആൾക്കാർ പറയുന്നതാണ്, നമ്മൾ എപ്പോഴും നല്ല സുതാര്യമായിരിക്കണം. സുതാര്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും മറച്ചു വെക്കുന്ന പ്രകൃതമില്ല. എല്ലാവർക്കും അറിയാം, വളരെ സുതാര്യമായ പേഴ്സണാലിറ്റിയാണ്. ആർക്കും എന്തും ഒരു കുഴപ്പമില്ലാത്ത. അല്ലെന്നുണ്ടെങ്കിൽ വേറെ തരത്തിൽ പറയുകയാണ്, നമ്മളിങ്ങനെ ഒന്നിങ്ങനെ മറച്ചു വെച്ച് പോകുന്ന ഒരു പ്രകൃതം നല്ലതല്ല. അതതിൻ്റെ മറുവശത്ത് നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ രഹസ്യമായിരിക്കേണ്ടത് രഹസ്യമായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു മറുവശം നിൽക്കുകയാണ്, സുതാര്യമായിരിക്കണം, മറച്ചു വെക്കരുത്, തുറന്ന് പറയുന്ന പ്രകൃതമായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് രണ്ടിനെ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ ഞാനൊരു സെന്റൻസ് പറയാൻ ആഗ്രഹിക്കുകയാണ്, അവിവേകം കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. രഹസ്യമായിരിക്കേണ്ടത് രഹസ്യമായിരിക്കണം, തുറന്ന് പറയേണ്ടത് തുറന്ന് പറയണം, സുതാര്യമായിരിക്കണം. ഇതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ അതിനിടയിൽ നമ്മൾ പാലിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് അവിവേകം കാണിക്കരുത്. ദാറ്റ് മീൻസ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒരു വിവേകം പുലർത്തണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ടാണ് സോളമൻ എപ്പോഴും ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടിയിട്ടുമാണ് പ്രാർത്ഥിക്കുന്നത്. ഒരേ പ്രിൻസിപ്പിൾ തന്നെ വേറൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മറ്റൊരു രീതിയിൽ അതിന് ആപ്ലിക്കേഷൻ. അവിടെയാണ് ജ്ഞാനത്തോടെ വിവേകത്തോടും കൂടെ നമ്മൾ പെരുമാറേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ വിവേകക്കുറവിനെ കുറിച്ച് വ്യക്തമാക്കാൻ പഴയ നിയമത്തിലുള്ള ഒരു തിരുവചന ഭാഗം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളാണ്. നമുക്കതിൻ്റെ ഓരോ ഭാഗങ്ങൾ വായിക്കാം. സ്ക്രീനിൽ വചനങ്ങൾ വരുന്നുണ്ട്. അക്കാലത്ത് ഹെസക്കിയ രാജാവ് രോഗിയായിരുന്നിട്ടും സുഖം പ്രാപിച്ചു എന്ന് കേട്ട് ബലാദാന്റെ പുത്രനും ബാബിലോൺ രാജാവുമായ മെറോദാക്കുൽ ബലദാൻ എഴുത്തുകളും സമ്മാനങ്ങളുമായി ദൂതന്മാരെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. എന്ന് പറഞ്ഞാൽ ഹെസക്കിയ രാജാവ് രോഗബാധിതനായി, നിങ്ങൾക്കറിയാം, മരണത്തോടടുത്തു. യെശയ്യാ പ്രവാചകൻ വന്ന് മരിക്കുമെന്നുള്ള വാർത്ത അറിയിച്ചു. അപ്പോൾ ഹെസക്കിയ രാജാവ് മനോഹരമായ പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറി എന്ന് പറഞ്ഞ ദൈവസനിലെത്തി. യെശയ്യാ വീണ്ടും പറഞ്ഞു സുഖം പ്രാപിക്കുമെന്നൊക്കെ പറഞ്ഞ് ചില അടയാളങ്ങൾ കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ യെശയ്യാ 37 വായിച്ചിട്ടുണ്ടാവും. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സൗഖ്യം പ്രാപിക്കില്ല
എന്നത് ഉറപ്പായിരുന്നു. പക്ഷെ സൗഖ്യം പ്രാപിച്ചു എന്ന് കേട്ട് ബാബിലോൺ രാജാവ് ഈ ഒരു ദൂതന്മാരെ അയക്കുകയാണ്. സമ്മാനങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കാൻ, ഒരു ഗ്രീറ്റിംഗ് കൊടുക്കാൻ വേണ്ടി അയക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരുടെയും വരവിന് ഓരോ ഉദ്ദേശങ്ങൾ ഉണ്ടാകാം. ഈ വരുന്ന ഉദ്ദേശം എന്ന് പറയുന്ന സമ്മാനങ്ങൾ കൊടുക്കാനോ ഗ്രീറ്റിംഗ്സ് കൊടുക്കാനോ മാത്രമായിരിക്കണമെന്നില്ല. എനിവേ അവർ വന്നു. അടുത്ത വാക്യം നമുക്ക് പഠിക്കാം. ഏശയ്യാ 39:2. ഹെസക്കിയ അവരെ സ്വീകരിച്ചു. അവൻ തൻ്റെ ഭണ്ഡാരവും വെള്ളിയും സ്വർണവും സുഗന്ധവ്യഞ്ജനങ്ങളും പരിമള തൈലവും തൻ്റെ ആയുധശാല മുഴുവനും സംഭരണശാലകളിലുണ്ടായിരുന്ന സർവവും അവർക്ക് കാണിച്ചു കൊടുത്തു. ഹെസക്കിയ അവരെ കാണിക്കാത്തതായി അവന്റെ കൊട്ടാരത്തിലോ രാജ്യത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്തിന്റെ കേടാ നോക്ക് സഹോദരങ്ങളെ. അപ്പോൾ ഈ ദൂതൻ വന്നു, അവരെ സ്വീകരിക്കണം. അത് നല്ല കാര്യമാണ്. ഹെസക്കിയ ചെന്ന് അവരെ സ്വീകരിക്കുന്ന നല്ല കാര്യമാണ്. വർത്താനം പറയുന്നത് നല്ല കാര്യമാണ്. പിന്നെ ഫുഡ് കൊടുക്കുന്ന, അവർ ചായ കൊടുത്തു വരണം, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, ആ സമയത്ത് ഒരു ദുർബുദ്ധി പ്രവർത്തിച്ചു. ഇവരെ നമ്മളെ കണ്ട് ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതല്ലേ, എന്നാൽ പിന്നെ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർണം ഇരിക്കുന്ന സ്ഥലം, വെള്ളി ഇരിക്കുന്ന സ്ഥലം, സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലം, ആയുധശാല മുഴുവൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ലാത്ത എല്ലാം കാണിച്ചു കൊടുത്തു. നിങ്ങൾ ഇന്ന് ചോദിക്കുക എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കരുതുക. ആ ഗസ്റ്റ് വന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ചായയെല്ലാം കൊടുത്തിട്ട് ഇനി കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ലോക്കറിൽ വെച്ചിരിക്കുന്ന ആ സ്വർണ്ണം മുഴുവൻ തുറന്ന് കാണിച്ച് എൻ്റെ താക്കോൽ ഇവിടെ ഇരിക്കുന്നൊന്ന് കാണിച്ചു കൊടുക്കുമോ? ഇപ്പൊ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ യുദ്ധ ഭീഷണിയുടെ കാലഘട്ടമാണ്. ഏതെങ്കിലും ഒരു നമ്മളോട് പ്രതിസന്ധി അറിയിക്കുന്ന ഒരു രാജ്യത്തിന് നമ്മുടെ ആയുധപ്പുരയും ആയുധശേഖരം ആരെങ്കിലും കാണിച്ചു കൊടുക്കുമോ? എന്തൊരു അവിവേകമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതാ പറഞ്ഞത്, രഹസ്യമായിരിക്കേണ്ടവ രഹസ്യമായിരിക്കണം, സുതാര്യമായിരിക്കേണ്ടവ സുതാര്യമായിരിക്കണം. മറച്ചു വെക്കേണ്ടതും തുറന്നു പറയേണ്ടതും എവിടെയാണെന്നുള്ളത് അറിയണം. അതാണ് വിവേകജ്ഞാനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രഹസ്യ നിധി ശേഖരങ്ങള്, ആത്മീയ കൃപകള്, പരിഹാര ജീവിതങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദൈവം കനിഞ്ഞ് നൽകിയിരിക്കുന്ന ഒരുപാട് വർഷത്തെ കൃപയുടെ അധ്വാനം വഴി നേടിയെടുത്തിരിക്കുന്ന സംഗതികള് നിങ്ങൾ ഇങ്ങനെയെല്ലാം തുറന്ന് കാണിച്ചാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അത് നമ്മൾ വായിക്കുന്നത് തൊട്ടടുത്ത വാക്യത്തിൽ തന്നെയുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം. യെശയ്യാ പ്രവാചകൻ ഹെസക്കിയ രാജാവിനെ സമീപിച്ച് ചോദിച്ചു, ഇവർ എന്തു പറഞ്ഞു? അവർ എവിടെ നിന്ന് നിന്റെ അടുത്ത് വന്നു? ഹെസക്കിയ പറഞ്ഞു, അവർ വിദൂരസ്ഥമായ ബാബിലോണിൽ നിന്നാണ് എൻ്റെ അടുത്ത് വന്നത്. അടുത്ത വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 4-ാമത്തെ തിരുവചനം. അവൻ ചോദിച്ചു, അവർ നിന്റെ ഭവനത്തിൽ എന്തെല്ലാം കണ്ടു? ഹെസക്കിയ പറഞ്ഞു, എൻ്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു. ഞാൻ അവരെ കാണിക്കാത്തതായി എൻ്റെ സംഭരണശാലകളിൽ ഒന്നുമില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നീ മരിക്കുമെന്ന് പറഞ്ഞിട്ട് അവന്റെ പ്രാർത്ഥന കേട്ട് നീ മരിക്കുകയെന്ന് പറയാൻ ദൈവത്തെ നിയോഗിക്കപ്പെട്ട യെശയ്യാ പ്രവാചകൻ ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഹെസക്കിയ രാജാവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇതാരാണിത്? അവർ ബാബിലോണിൽ നിന്ന് വന്നവരാ. അവരെന്താ വന്നതിൻ്റെ ഉദ്ദേശം? നമ്മൾക്ക് ഗ്രീറ്റിംഗ് തരാൻ വേണ്ടി വന്നതാണ്. എന്നിട്ടെല്ലാം കൊടുത്തോ ഒക്കെ ചെയ്തു. എന്നിട്ട് നീ എന്തൊക്കെ ചെയ്തു? ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഫുൾ ഡീറ്റെയിൽസ് അങ്ങോട്ട് എടുത്ത് കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകങ്ങളുടെ ദൈവാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്. ഈ വെളിപ്പെടുത്തിയത് ഹെസക്കിയ രാജാവിന് മാത്രം കൊടുത്തല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ബൈബിൾ എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഹെസക്കിയ രാജാവിനോട് ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാവ് അരുളി ചെയ്തത് യേശുവിന്റെ 2ാമത്തെ ആഗമനം വരെ യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. എന്താണ് പറഞ്ഞത്? അടുത്ത വാക്യം. യെശയ്യാ ഹെസക്കിയായോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവിന്റെ വാക്ക് ശ്രവിക്കുക. നിന്റെ ഭവനത്തിലുള്ളതും ഇന്ന് വരെ നിന്റെ പിതാക്കന്മാർ സമ്പാദിച്ചതുമായ സകലതും ബാബിലോണിക്ക് കൊണ്ടുപോകുന്ന ദിനങ്ങൾ വരുന്നു, ഒന്നും അവശേഷിക്കുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദം മുഴുവൻ അതുപോലെ സംഭവിച്ചതാണ്, അതുപോലെ നിറവേറി.
എന്തൊക്കെയാണ് ശത്രുവിന് കാണിച്ചു കൊടുത്തത്, അത് മുഴുവൻ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ശത്രു എടുത്തുകൊണ്ടുപോയി. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 23-24 തിരുവചനങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്, ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വെക്കുന്നു. അടുത്ത വാക്ക്, അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. ഹല്ലേലൂയാ. നിങ്ങൾ കഠിനമായ ഒരു സഹനത്തിലൂടെ കടന്നു പോവുകയാണ്, കഠിനമായ തെറ്റിദ്ധാരണയോടെ കടന്നു പോവുകയാണ്, കഠിനമായ അപവാദത്തിലൂടെ കടന്നു പോവുകയാണ്. ആരും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഒരു പ്രത്യേക അവസ്ഥ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവവൈദ്യലേ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താ? ഇത് ആരോടെങ്കിലും 4 പേരോട് പറയണം. ക്ഷമാശീലന് കുറച്ച് സമയത്തേക്ക് സഹിക്കേണ്ടി വരുള്ളൂ. അതുവഴി അവന്റെ ചിന്തകളെല്ലാം രഹസ്യമായി വയ്ക്കണം അതുവരെ. എന്നിട്ട് പറയാം, അതാണ് അവന്റെ വിവേകം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരോ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ചില സഫറിങ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില സംഗതികൾ, അതെല്ലാം കൂടി കോഴി മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കോഴിക്കോഴി എല്ലാവരും അറിയിക്കുന്ന പോലെ വിളിച്ചറിയിക്കാനോട്ട് നല്ലതല്ല. കുറെ കാലങ്ങളിൽ നീ മൗനം പാലിക്കണം. പറഞ്ഞ ഹല്ലേലൂയാ. നിങ്ങൾ ഈശോയുടെ ജീവിതം ജീവിച്ചത് മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 3-4 വാക്യങ്ങൾ എന്താ വെളിപ്പെടുത്തുന്നത്? നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇന്ന് ഏതെങ്കിലും നന്മ ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്താൽ 10 പേർക്ക് പേപ്പറിൽ ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ ആർക്കും മനസമാധാനം ഇല്ല. ഇതാണോ ദൈവവചനം? എന്നിട്ട് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ കൊണ്ടുപോകാൻ വേണ്ടി അന്നൊക്കെ പഴയ ജസ്റ്റിഫിക്കേഷൻസ് നടത്തുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമായില്ലേ, ദൈവവചനമാണ് ന്യായവിധിയിൽ നമ്മൾ വിധിക്കുന്നത്. നമുക്ക് പല ന്യായീകരണങ്ങൾ പറയാനുണ്ടാവും, പക്ഷെ നമ്മൾ നോക്കേണ്ടത് ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പാവപ്പെട്ടവരെ സഹായം എന്തെങ്കിലും ആക്കി ആയിക്കോട്ടെ, ഇതെല്ലാം വിളിച്ചു പോകുന്നത് എന്ത് കാര്യം? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഈശോയുടെ ജീവിതം പഠിക്കുക. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന് 10-ാം തിരുവചനം, എന്നാൽ അവന്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി, പരസ്യമായില്ലേ രഹസ്യമായി. അവൻ നോക്കി ഈശോ തിരുനാളിന് പോകുന്നതോട് ചോദിച്ചപ്പോൾ ഈശോ കൃത്യമായി മറുപടി ഒന്നും കൊടുക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഈശോ പോയി, രഹസ്യമായിട്ട് ഈശോ പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, മത്തായി 16:20, അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം കർത്താവ് ക്രിസ്തുവാണെന്ന്, മെസ്സയാണ്, വരാനിരുന്നവനാണെന്ന്, ലോകരക്ഷകനാണെന്ന് ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. പിതാവായ ദൈവം വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, താൻ ക്രിസ്തുവാണെന്ന് ഇപ്പോൾ ആരോടും പറയരുത്, കാരണം സമയമായിട്ടില്ല. സമയമാകും മുമ്പ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല. പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ മാർക്കോസ് ശേഷം 9-ാമത്തെ അധ്യായത്തിൽ 9-ാം തിരുവചനം, അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടും പറയരുന്ന്. മലയിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. എന്താ വിഷയം? രൂപാന്തരീകരണ സമയമാണ്. ഏലിയ സംസാരിക്കുന്നു, മോശ സംസാരിക്കുന്നു, ദൈവത്തിന്റെ ഭയങ്കരമായ സാന്നിധ്യം വരുന്നു, അവൻ ആ അഭിഷേകത്തിൽ നിലത്ത് വീഴുന്നു. ഇതെല്ലാം സംഭവിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയാ, ഇതിപ്പോ തൽക്കാലം ആരോടും പറയരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ശിഷ്യന്മാരുടെ ജീവൻ ചിന്തിച്ചു നോക്ക്. ഇനി ശിഷ്യന്മാരുടെ ജീവൻ നമ്മൾ, അപ്പൊ പഴയ നിയമത്തിൽ കാണുന്ന കാര്യങ്ങൾ, ഈശോ പറഞ്ഞ കാര്യങ്ങൾ, ഈശോ ചെയ്ത കാര്യങ്ങൾ, ഇനി അപ്പസ്തോലന്മാർ എങ്ങനെയായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ 35-ാം തിരുവചനം, അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണെന്ന് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈശോയെ പടിയാടുകളിൽ ഒരാള് കുന്തം കൊണ്ട് കൊടുത്ത് അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതി വെക്കുമ്പോൾ വായനക്കാരന് അറിയാൻ പറ്റുന്നുണ്ട്, ഇത് കണ്ടയാൾ ആര്? യോഹന്നാൻ ശ്ലീഹ തന്നെയാണ്. പക്ഷെ യോഹന്നാൻ ശ്ലീഹ തന്റെ പേര് പറയുന്നില്ല. കണ്ടോ? പറഞ്ഞ ഹല്ലേലൂയ. മനോഹരമായ മറ്റൊരു രംഗം പൗലോസ് ശ്ലീഹയുടെ ജീവിതത്തിലുണ്ട്. കൊരിന്തോസ്യർക്ക് 2-ാമത്തെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 2-3 തിരുവചനങ്ങള്, 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്ക് അറിയാം. ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്ക് അറിയില്ല, അത് ദൈവത്തിനെ അറിയൂ.
ഈ മനുഷ്യൻ പറുദീസായിൽ ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം. ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിയില്ല. അത് ദൈവത്തിനെ അറിയൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവശാസ്ത്രജ്ഞന്മാരെ പറഞ്ഞു ഇത് ആരെ കുറിച്ച് പറയുന്നതാ? ഇത് പൗലോസ് ലീഗായെ കുറിച്ച് പറയുകയാണ്. പക്ഷെ ഞാനാണ് 14 അല്ലെങ്കിൽ ഈ സ്വർഗം വരെ ഉയർത്തപ്പെടുന്നത് പൗലോസിന്റെ പേര് പറയുന്നില്ലല്ലോ. പറഞ്ഞ ഹല്ലേലൂയ. പണ്ടത്തെ കാരണന്മാര് ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. കൊച്ചേ മിണ്ടാതിരിക്കും, പിശാചി കേൾക്കും. ഒരു ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത കാരണന്മാര് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. അത് പിശാചി കേൾക്കും എന്ന് പറഞ്ഞാൽ ലിറ്ററൽ സെൻസിനൊന്നും ആരും എടുത്തേക്കരുതേ, ചതിക്കരുത്. അതൊന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഓർക്കാണ്, നല്ലൊരു അൽമായ ശുശ്രൂഷകൻ സെഹിയോനിൽ പണ്ട് ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ പറഞ്ഞൊരു സന്യാസം ഞാൻ ഓർക്കാണ്. ഒരു മരത്തിൻ്റെ വേര് പുറത്ത് കാണാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കുക മരത്തിൻ്റെ ആയുസ് തീരാറായി. പറഞ്ഞ ഹല്ലേലൂയ. പെരുമഴ പെയ്യുന്ന കാലഘട്ടങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴയൊക്കെ പെയ്ത് ഈ മരത്തിന്റെ മണ്ണെല്ലാം ഒലിച്ചൊലിച്ച് പോയി വേരുകൾ പുറത്തേക്ക് കാണാൻ തുടങ്ങുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത മഴയ്ക്കുള്ള കൊടുങ്കാറ്റിൽ പെട്ടെന്ന് വീഴും എന്ന് പറയുന്നത് പോലെ വേര് എന്ന് പറയുന്ന മണ്ണിന്റെ അടിയിൽ രഹസ്യമായിരിക്കേണ്ടതാണ്. നിന്റെ ആധ്യാത്മികത രഹസ്യമായിരിക്കേണ്ടതാണ്. നിന്റെ വിശുദ്ധ ജീവിതം രഹസ്യമായിരിക്കേണ്ടതാണ്. നിന്റെ പരിഹാര ജീവിതം രഹസ്യമായിരിക്കേണ്ടതാണ്. നിനക്ക് ദൈവം തന്ന കൃപകൾ രഹസ്യമായിരിക്കേണ്ടതാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളും കൃപകളും ഒക്കെ നമ്മൾക്ക് ദൈവം തന്നെ വെളുപ്പിന് എഴുന്നേക്കാൻ ഒരു കൃപ കിട്ടി. കൊട്ടിക്കൊട്ടിക്കാൻ നിൽക്കരുത്, വെളുപ്പിന് എഴുന്നേറ്റാ മതി. നിങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് പിന്നെ 2 മണിക്ക് എഴുന്നേറ്റ് കുരിശിന്റെ വഴി ചെല്ലി പ്രാർത്ഥിക്കുന്ന ആള് വളരെ നല്ല കാര്യം. മിണ്ടാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മിലൂടെ ചെയ്ത കാര്യങ്ങൾ അത് പറയുമ്പോഴും നല്ല ശ്രദ്ധ വേണം. സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് എന്താണ്? സാക്ഷ്യപ്പെടുത്തുന്നത് പറയുന്നത് സാക്ഷ്യം ലഭിച്ച വ്യക്തി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങൾ പറയുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദര, വചനപ്രകാരം നല്ലൊരു ശ്രദ്ധ വേണ്ടെന്നല്ല, നല്ലൊരു ശ്രദ്ധ വേണം. പറഞ്ഞ ഹല്ലേലൂയ. ഇതിന് പറയുന്ന സാധനമാണ് വിവേകം. ആ ഒരു കൃപ കർത്താവ് ഈ പന്തക്കുസ്തായി നമുക്ക് തരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. വിശുദ്ധ കുർബാനയിലൂടെ സജീവ സാന്നിധ്യം നമ്മൾ ആമുഖത്തിൽ പ്രാർത്ഥിച്ചതുപോലെ ഈശോ നമുക്ക് തരികയാണ്. ഒരുപക്ഷെ രോഗശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോ ഡെലിവറൻസ് പ്രാർത്ഥനകളോ തടസ്സങ്ങൾ മാറാനുള്ള പ്രാർത്ഥന സ്പെഷ്യലായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒരു ശുശ്രൂഷയെ സംബന്ധിച്ച് വചനം കേൾക്കുമ്പോൾ തന്നെ ഇതെല്ലാം സംഭവിക്കും. ഓരോരുത്തരും തന്നെ നിയോഗങ്ങൾ, ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. കണ്ണുനീരിൻ്റെ വിഷയങ്ങൾ, ആത്മാവിൻ്റെ വേദനകൾ, മനസ്സിൻ്റെ ഭാരങ്ങൾ, ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ, കടന്നു പോകാൻ പറ്റാത്ത അടഞ്ഞു കിടക്കുന്ന വഴികൾ, അതെല്ലാം തുറക്കപ്പെടാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ മുട്ടിപ്പോയി പ്രാർത്ഥിക്കുകയാണ്. അനുദപിക്കേണ്ട മേഖല അനുദപിക്കുകയാണ്. വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ആത്മശോധന നടത്തുക. കർത്താവെ, പല കാര്യങ്ങളും വിവേകക്കുറവ് മൂലം വെറുതെ വിളിച്ച് പറഞ്ഞ സംഭവങ്ങളുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വയം എടുത്ത കാലഘട്ടങ്ങളുണ്ട്. മഹത്വം പലതിനും കൊടുത്ത കാലഘട്ടങ്ങളുണ്ട്. കർത്താവ് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. കർത്താവ്, കൃപകളെല്ലാം ഞങ്ങൾക്ക് വീണ്ടും തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, അതിനേക്കാൾ എല്ലാവരും ജ്ഞാനവും വിവേകവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, വിവേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, വലിയ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹല 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 ഹല. ഉച്ചത്തിൽ പാടി സ്തുതിക്കുമ്പോൾ ആശീർവാദം നൽകപ്പെടുന്ന സമയമാണ്. ഉച്ചത്തിൽ പാടി സ്തുതിക്കുന്ന ശക്തി, വിവേകം, ഭക്തി കൈകൾ ഉയർത്തി. ശക്തി, വിവേകം, ഭക്തി മഴ പോൽ ചൊരിഞ്ഞിടണേ. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, 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 നിറച്ചിടണേ.